നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അതിർത്തിയുമായി സംബന്ധിച്ച് ഉയർന്നു വന്ന പ്രതിഷേധത്തിൽ പ്രശ്നപരിഹാരവുമായി സൗദി അറേബ്യ രംഗത്ത്. ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്താതെ നേരത്തെ ബാങ്ക് നോട്ടിലുള്ള മാപ്പ് പുറത്തിറക്കാൻ സൗദി കഴിഞ്ഞ ദിവസങ്ങളിൽ തീരുമാനിച്ചിരുന്നു. G20 ഉച്ചകോടിയിൽ സൗദി പ്രത്യേക നോട്ടുകൾ പുറത്തിറക്കാൻ തീരുമാനിച്ചതോടെയാണ് ഇന്ത്യയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിലൂടെ 20 റിയാൽ നോട്ടുകളാണ് പുറത്തിറക്കാൻ സൗദി ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം ഉന്നയിച്ചതിനെ തുടർന്ന് ഈ നോട്ടുകൾ പിൻവലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഈ നോട്ടുകളുടെ അച്ചടിയും നിർത്തിയിരിക്കുകയാണ്. സൗദിയിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡർ യൂസഫ് സയ്യിദ് നോട്ടുകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു. മാത്രമല്ല, പ്രതിഷേധവും രേഖപ്പെടുത്തി. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും ഇന്ത്യൻ മേഖലയിൽ നിന്ന് നീക്കം ചെയ്തായിരുന്നു 20 റിയാലിന്റെ ബാങ്ക് നോട്ടുകളിൽ മാപ്പുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്ക് നോട്ടുകളിൽ സൽമാൻ രാജാവും G20 സൗദി ഉച്ചകോടിയുടെ ലോഗോയും ഒരു വശത്തുണ്ട്. പിന്നെയുള്ളത് ലോക ഭൂപടമാണ്. അതിലാണ് ഇന്ത്യൻ പ്രദേശങ്ങളെ ഉൾപ്പെടുത്താതിരിക്കുന്നത്. ജമ്മു കാശ്മീരിനെ പൂർണ്ണമായും ഉൾപ്പെടുത്തിയായിരുന്നു മാപ്പ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. അതിൽ പാക് അധീന കാശ്മീരും ഗിൽജിത് ബാൾട്ടിസ്ഥാനും അടങ്ങിയിരുന്നു. ഇതിനെ പ്രത്യേക ഭൂപ്രദേശമായിട്ടാണ് ഉൾപ്പെടുത്തിയത്. സൗദിയുടെ ശ്രദ്ധയിൽ പ്രശ്നം കൊണ്ടുവരികയും അത് പരിഹരിക്കുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ വ്യക്തമാക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ആശങ്ക അവർ കാണുന്നുവെന്നും അറിയിച്ചിട്ടുണ്ടെന്നും ശ്രീവാസ്തവ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു സ്മരണീക എന്ന നിലയിൽ കറൻസി ഇറക്കാനിരിക്കുന്നത്. ഇത് പ്രചാരണത്തിനുള്ളതായിരുന്നില്ല. എന്തായാലും ഇത് പിൻവലിച്ചിട്ടുണ്ടെന്നും സൗദി വ്യക്തമാക്കിയിരിക്കുകയാണ്. സൗദിയിലാണ് G20 ഉച്ചകോടി ഇത്തവണ നടക്കാനിരിക്കുന്നത്. നവംബർ 21, 22 തീയതികളിലായിട്ടാണ് ഉച്ചകോടി നടക്കുന്നത്. വെർച്വൽ ആയിട്ടാണ് യോഗങ്ങൾ നടക്കുക. നേരത്തെ കോവിഡിനെതിരെ യോജിച്ച പോരാട്ടം നടത്താമെന്ന് G20 രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു. കോവിഡിൽ നിന്ന് മുക്തി നേടുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്തവണ ഉച്ചകോടി ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കുകയാണ്. എന്നിങ്ങനെയുള്ള ചർച്ചകളും ഇതിന്റെ ഭാഗമായി തീരും. അതേസമയം G20 ട്രോയ്ക്കയുടെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. 3 അംഗ കമ്മിറ്റിയാണ് ഇതിനുള്ളത്. ഉച്ചകോടി നടന്നതും ഇപ്പോൾ നടക്കുന്നതും അടുത്ത ഉച്ചകോടി നടക്കുന്ന രാജ്യങ്ങളുമാണ് ഈ 3 അംഗ കമ്മിറ്റിയിൽ ഉണ്ടാവുക. ഇന്ത്യയിൽ 2022 G20 ഉച്ചകോടി നടക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.